സുഹൃത്തുക്കളെ നമസ്കാരം. സമകാലീനത്തിന് ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് 2025 മെയ് മാസത്തിൽ സംസ്ഥാനത്ത് APL BPL കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. ഇതിലാദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഇന്ന് റേഷൻ കടകൾക്ക് അവധിയാണ്. ഇന്ന് 5/5/2025 തിങ്കളാഴ്ച ദിവസം റേഷൻ കടകൾക്ക് അവധിയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 2025 ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മെയ് മാസത്തിലെ റേഷൻ വിതരണം 6-ാം തീയതിയായ നാളെ മുതൽ, അതായത് ചൊവ്വാഴ്ച മുതൽ സംസ്ഥാനത്ത് വിതരണം ആരംഭിക്കും. നാളെ മുതൽ നിങ്ങൾക്ക് റേഷൻ കടകളിലെത്തി മെയ് മാസത്തിലെ റേഷൻ വിഹിതം വാങ്ങാൻ സാധിക്കുന്നതാണ്. അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് മെയ് മാസത്തിൽ വ്യത്യസ്ത കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതത്തെക്കുറിച്ചാണ്. ഇതിൽ മഞ്ഞ കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന് 30 കിലോഗ്രാം അരിയും 3 കിലോഗ്രാം ഗോതമ്പും സൗജന്യമായിട്ടാണ് വിതരണം ചെയ്യുന്നത്. 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോഗ്രാം പഞ്ചസാര 27 രൂപ നിരക്കിലും വിതരണം ചെയ്യും. പിങ്ക് കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോഗ്രാം അരിയും 1 കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് 3 കിലോഗ്രാം കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത്. നീല കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ വിതരണം ചെയ്യും. കൂടാതെ കാർഡിന് അധിക വിഹിതമായി 3 കിലോഗ്രാം അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും വിതരണം ചെയ്യുന്നുണ്ട്. വെള്ള കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന് 6 കിലോഗ്രാം അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ വിതരണം ചെയ്യും. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് മെയ് മാസത്തിൽ വാങ്ങാൻ സാധിക്കുന്നത്. തുടർച്ചയായി റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ 3 മാസം തുടർച്ചയായി വാങ്ങിയിട്ടില്ല എങ്കിൽ അവരെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് നീക്കി പൊതുവിഭാഗത്തിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തരമായി റേഷൻ വാങ്ങാത്ത ആളുകൾ ഇക്കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇത്തരം ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്.